നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഈ ലൈംഗിക പീഡന ആരോപണം വന്നതിന് പിന്നാലെ ഈ സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം സത്യസന്ധമായി വെളിപ്പെടുത്തിയതിന് പിന്നാലെ ആ വെളിപ്പെടുത്തിയ ആൾക്കാർക്കെതിരെ സൈബർ ആക്രമണം തുടരുകയാണ്. അതിപ്പോൾ ഈ വെളിപ്പെടുത്തലിന് ശേഷം ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പോലും ഓരോരുത്തരെയായി ഇങ്ങനെ ഭീകരമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സൈബർ ആക്രമണത്തിലൂടെ അവർ ഇടുന്ന വീഡിയോയ്ക്ക് താഴെയും അതുപോലെ തന്നെ പച്ചത്തെറികളാണ് അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ കാലാനുസൃതമായി നിയമങ്ങൾ ഉണ്ടാക്കി അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിനുള്ള ഒരു നടപടി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും കോൺഗ്രസുകാർക്കെതിരെയും അവസാനം ഈ സൈബർ ആക്രമണം വന്നിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെതിരെ ശക്തമായി സൈബർ ആക്രമണം തരപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഇപ്പോ ഏറ്റവും ഒടുവിലായി ഇത് സൈബർ ഗ്രൂപ്പ് രൂപീകരിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ സൈബർ ഗ്രൂപ്പ് യഥാർത്ഥത്തിൽ രൂപീകരിച്ചിരിക്കുന്നത് കോൺഗ്രസിലുള്ള കാര്യങ്ങൾ അണികളിലേക്ക് എത്തിക്കുന്നതിനും അവരുടെ ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഇത് സൈബർ ഇടങ്ങൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഈ പീഡനാരോപണ കഥ പുറത്തു വന്നതോടുകൂടി എല്ലാവരെയും ആക്രമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവിന് പോലും രക്ഷയില്ലാതായിരിക്കുകയാണ്. എന്തായാലും 24 മലയാളം ന്യൂസ് ചാനലിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു വാർത്ത ഇപ്പോൾ വരികയുണ്ടായി. നമുക്ക് എന്തായാലും ആ വാർത്ത ഒന്ന് കണ്ടിട്ട് വരാം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണം നടക്കുകയാണ്. കാരണം എന്തെന്ന് ചോദിച്ചാൽ കോൺഗ്രസ് അനുകൂല സൈബർ ഇടങ്ങളിലാണ് ഈ രൂക്ഷ വിമർശനം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നിലപാടുകളാണ് സൈബർ ആക്രമണത്തിനുള്ള കാരണവും. വാർത്തയുടെ വിശദാംശങ്ങളുമായി PR പ്രവീണ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രവീണ, ഗുഡ് മോർണിംഗ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ആരോപണം പുറത്തു വന്നതിന് പിന്നാലെ തുടക്കം മുതൽ കർശനമായ നിലപാടുകളും നടപടികളും വാക്കുകളും ഒക്കെ ഈ പുറത്തേക്ക് പറഞ്ഞ ആളാണ് വി.ഡി. സതീശൻ, പ്രതിപക്ഷ നേതാവ്. പക്ഷേ ഇപ്പോൾ സതീശൻ ഏറെക്കുറെയൊക്കെ ഒറ്റപ്പെടുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട്. പല നേതാക്കളും മുൻ നിലപാടുകളൊക്കെ തിരുത്തിയിട്ടുണ്ട്. ഈ സൈബർ ആക്രമണം എങ്ങനെയാണ്, ഏതു തരത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പ്രവീണ? വെരി ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ രൂക്ഷമായ സൈബർ ആക്രമണമാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെയും കോൺഗ്രസ് അനുകൂല സൈബർ ഹാൻഡിലുകളിൽ നിന്നുമാണ് ഇത് വന്നിരിക്കുന്നത്. ഈ കോൺഗ്രസ് അനുകൂല സൈബർ ഇടങ്ങളിലും ഇത് വ്യാപകമാണ്. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സസ്പെൻഷൻ നടപടി സ്വീകരിച്ചത്. അതിലേക്ക് നയിച്ച നിലപാട് വി.ഡി. സതീശൻ്റെതായിരുന്നു. നടപടി എടുത്തേ മതിയാകൂ, അത് പാർട്ടിയുടെ മുഖം രക്ഷിക്കാനുള്ള നടപടിയാകും എന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്നത് സതീശനായിരുന്നു. എന്നാൽ ദിവസം ഇത്രയായിട്ടും രാഹുലിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നിയമപരമായ നടപടികൾ എടുക്കാനോ അല്ലെങ്കിൽ പോലീസിനോ ക്രൈംബ്രാഞ്ചിനോ ഒന്നും കഴിയാത്തൊരവസ്ഥയുണ്ട്. ഈ ഘട്ടത്തിൽ വീണ്ടും ഈ നിലപാടെടുക്കുന്നത് ഒരാളുടെ ഭാവി തകർക്കാനാണ് എന്ന് വരെ പറഞ്ഞാണ് ഈ സൈബർ ഇടങ്ങളിലെ ആക്രമണം തുടരുന്നത്. ഇത് മാത്രവുമല്ല, ഈ സുജിത്തിനെതിരെയുള്ള കസ്റ്റഡി മർദ്ദന ദൃശ്യങ്ങൾ പുറത്തു വന്ന ദിവസമായിരുന്നു സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓണാഘോഷം. ആ മുഖ്യമന്ത്രിയുടെ ഓണാഘോഷത്തിൻ്റെ സദ്യ ഉണ്ണാൻ നിയമസഭയിലേക്ക് വി.ഡി. സതീശനും ക്ഷണമുണ്ടായിരുന്നു. അദ്ദേഹം പോവുകയും ചെയ്തിരുന്നു. അപ്പോൾ സദ്യ ഉണ്ടിരുന്നാൽ മതിയോ, പട നയിക്കേണ്ടത് മുന്നിൽ നിന്നാണ്, സദ്യ ഉണ്ടല്ല, ഇങ്ങനെ തുടങ്ങി കേട്ടാൽ അറയ്ക്കുന്ന ഭാഷ വരെ ഉപയോഗിച്ചാണ് കോൺഗ്രസ് അനുകൂല ആളുകൾ തന്നെ, കോൺഗ്രസ് അനുഭാവികൾ തന്നെ, കോൺഗ്രസ് അനുകൂല സൈബർ ഹാൻഡിലുകൾ തന്നെ ഇങ്ങനെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം റീൽസിനെതിരെ, സമൂഹ മാധ്യമങ്ങളിലല്ല കോൺഗ്രസ് ജീവിക്കുന്നത്, സമൂഹ മാധ്യമങ്ങളിലെ റീൽസുകളിലല്ല കോൺഗ്രസ് പ്രവർത്തകർ ഉള്ളത് എന്നുള്ള വാദത്തിന് ശേഷം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അതൊരു റീലായിരുന്നു. അതിന് താഴെയും ഏതാണ്ട് 300-ലധികം കമന്റുകളുണ്ട്. അതിൽ മുക്കാൽ ഭാഗവും അദ്ദേഹത്തിനെതിരെയുള്ള കമന്റുകളാണ്. ഇങ്ങനെ ഈ പാർട്ടിയെ നശിപ്പിക്കുന്നത് താങ്കളാണ്, താങ്കൾ ഈ സ്ഥാനം ഒഴിഞ്ഞു പോയാൽ തന്നെ പാർട്ടി രക്ഷപ്പെടും, അല്ലെങ്കിൽ ഇങ്ങനെ പോകൂ എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വ്യാപകമായ സൈബർ ആക്രമണം തുടരുന്നത്. ഓക്കെ പ്രവീണ, ശരി. ഇപ്പോൾ PR പ്രവീണയാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ കോൺഗ്രസ് അനുകൂല ഹാൻഡിലുകളിൽ നിന്ന് തന്നെ സൈബർ ആക്രമണം നടക്കുകയാണ്. ആദ്യകാലങ്ങളിൽ സൈബർ ഗ്രൂപ്പ് ഇടങ്ങളിൽ ഇവർ ചെയ്തുകൊണ്ടിരുന്നത് എതിർചേരിയിലുള്ള രാഷ്ട്രീയക്കാരെ ആക്രമിക്കുന്നതിന് വേണ്ടി സൈബർ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവരെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസ് സൈബർ ഇടങ്ങൾ രൂപീകരിച്ചതായിരുന്നു. എന്നാൽ
അത് ഇപ്പോ പാളയത്തിൽ പടയായി മാറിയിരിക്കുകയാണ്. ഇപ്പോ ഏറ്റവും അവസാനം കോൺഗ്രസുകാർക്കെതിരെയും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പറയുന്ന കോൺഗ്രസുകാർക്കെതിരായിട്ടും ഓരോരുത്തർ വെളിപ്പെടുത്തിയ അവരുടെ യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കന്മാരായിട്ടുള്ള ആൾക്കാർ വെളിപ്പെടുത്തുമ്പോൾ അവർക്കെതിരായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടവും അതുപോലെ തന്നെ ഷാഫി പറമ്പിലും രൂപം കൊടുത്ത ഈ സൈബർ പട അവർക്കെതിരായി തിരിയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോ ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷ നേതാവിനും കിട്ടേണ്ടത് കിട്ടിയിരിക്കുകയാണ്. എന്തായാലും പാളയത്തിൽ പട ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ.